ഞാൻ അക്ഷയ കീർത്തി 4ൽ പഠിക്കുന്നു. എൻ്റെ ചോദ്യം, നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം പറഞ്ഞു തരാമോ? തരല്ലോ, അവിടെ ഇരിക്കും. അപ്പം അക്ഷയുടെ ചോദ്യം കേട്ടല്ലോ എല്ലാവരും, അല്ലേ? പ്ലാസ്റ്റിക്കിനെ നിത്യജീവിതത്തിൽ നിന്നും എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത്. അപ്പം അതിന് ഒരു ആമുഖമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമുക്ക് പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാൻ സാധിക്കുമോ? ഇല്ല, അല്ലേ? പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷേ ഒറ്റത്തവണ മാത്രം ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും, അല്ലേ? ചില പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ, സാമഗ്രികൾ എന്നുള്ളവ നമ്മൾ ഒരുപാട് കാലം ഉപയോഗിക്കും, അല്ലേ? ഈ കസേര നിങ്ങൾ എത്രാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുന്നപ്പോൾ അറിയില്ല, അല്ലേ? ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചില്ലേ ഈ കസേര? നമ്മൾ ഈ കണ്ണാടി എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നു? ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു, ഒത്തിരി. ഒരു തവണ മാത്രം ഉപയോഗിച്ചിട്ട് എടുത്ത് കളയുന്ന സ്ട്രോ, അല്ലേ? ഒരു തവണ മാത്രം ഉപയോഗിച്ചിട്ട് അപ്പോൾ തന്നെ കളയുന്ന കപ്പുകൾ, പേപ്പർ കപ്പുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കപ്പുകൾ. ഒരു തവണ മാത്രം ഉപയോഗിച്ചിട്ട് എടുത്ത് കളയുന്ന ക്യാരി ബാഗുകൾ, ഒരു തവണ മാത്രം ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന നമ്മുടെ ചിപ്സും ലേസും കുർക്കുറയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വന്ന് നമ്മൾ കഴിക്കില്ലേ, അല്ലേ? ആ കവറൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പം തന്നെ എടുത്തും കളയുക, അല്ലേ? അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ പ്ലാസ്റ്റിക് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, അങ്ങനെ തന്നെ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കാം എന്നുള്ളതാണ് നിത്യജീവിതത്തിൽ പ്ലാസ്റ്റിക് സാമഗ്രികൾ ഒഴിവാക്കുവാനുള്ള ഒരു മാർഗം എന്നുള്ളത്.